ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. തിരക്കേറിയ നഗരത്തിൽ ജോർജ് എന്ന അന്ധനായ ഒരു പിയാനോ വായനക്കാരൻ തെരുക്കോണുകളിൽ നിന്ന് പിയാനോ വായിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുന്ദര സംഗീതം ധാരാളം ആളുകൾ ശ്രദ്ധിച്ചിരുന്നു എങ്കിലും അയാൾ ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ഒരു ദിവസം മൈക്കിൾ എന്ന ബിസിനസ്സുകാരൻ ജോർജിൻ്റെ സംഗീതത്തിൽ ആകൃഷ്ടനായി. ജോർജിൻ്റെ വിരലുകൾ പിയാനോയിൽ നൃത്തം ചെയ്യുന്നത് കണ്ട് മൈക്കിൾ ആശ്ചര്യപ്പെട്ടു. പക്ഷേ ജോർജിൻ്റെ വസ്ത്രവും എല്ലാം കീറിപ്പറിഞ്ഞിരുന്നു. അയാൾ ജോർജിന് പുതിയ വസ്ത്രവും ഷൂസും വാങ്ങി നൽകി. ഒരു പുതിയ പിയാനോയും വാങ്ങി നൽകി. കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ ജോർജിൻ്റെ പിയാനോ വായന അവൻ്റെ കഴിവുകളെ പ്രദർശിപ്പിക്കുന്നതിന് മാത്രമല്ല, ഒരു ജീവിതമാർഗം കൂടിയാണെന്ന് മൈക്കിൾ മനസ്സിലാക്കി. ധാരാളം കഴിവുള്ള ആളുകൾ ദരിദ്രരായി ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മൈക്കിൾ തൻ്റെ ധനവും കഴിവുകളും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി വിനിയോഗിക്കുവാൻ ഒരു പ്രാദേശിക സന്നദ്ധ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ മൈക്കിൾ തൻ്റെ ജീവിതത്തിന് വലിയ ഒരു ലക്ഷ്യം കണ്ടെത്തി. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കാൻ ഒരു നിമിഷം മാത്രമേ ആവശ്യമുള്ളൂ. നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവർക്ക് മാത്രമല്ല, സഹായിക്കുന്ന നമുക്കും നന്മയുണ്ടാവുകയാണ്. അവരെ സഹായിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന് പുതിയ ലക്ഷ്യവും അർത്ഥവും കണ്ടെത്താൻ ഇടയാകും. മാനവ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അനേകരുടെ ദയാപൂർവമായ പ്രവൃത്തികളാലാണ്. ഇത് മനുഷ്യബന്ധത്തിൻ്റെ ശക്തിയും ദയയുടെ മഹത്വവും പരസ്പരം വിശ്വാസത്തിൽ നമുക്ക് ചെലുത്തുവാൻ കഴിയുന്ന സ്വാധീനവും വ്യക്തമാക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യർ പരസ്പരം ബന്ധിതരാണ്. ആർക്കും തനിയെ ജീവിക്കാൻ കഴിയില്ല. ഏതൊരു മനുഷ്യനും മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നത്. വിശക്കുന്നവരെ ഭക്ഷണം നൽകുന്നത് സ്വയം ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ തൃപ്തി നൽകുന്നതാണ്. ചിലർക്ക് എല്ലാം സ്വയം അനുഭവിക്കാനാണ് ഇഷ്ടം. ചിലർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുവാനാണ് ഇഷ്ടം. ചിലർക്ക് മറ്റുള്ളവരുടെ നന്മയിൽ അസൂയ ഉണ്ടാവും. ചിലർ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുവാൻ തയ്യാറാവും. ഇവ രണ്ടും വ്യത്യസ്തമായ രണ്ട് ജീവിത രീതികളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ അതിൽ ആനന്ദം കണ്ടെത്തുന്നു. അതിലൂടെ അവരുടെ ആളത്വം മഹത്തരമായി കൊണ്ടേയിരിക്കും. സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഈ ആനന്ദം ലഭ്യമാവില്ല. അവർ മിക്കപ്പോഴും അതൃപ്തരും നിരാശരുമാവും. മറ്റുള്ളവരോടുള്ള ബന്ധത്തിലല്ലാതെ ആർക്കും ജീവിതം ധന്യമാക്കുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, കേരളം ഒന്നാകെ ഇന്ന് ഓണം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ മറ്റുള്ളവരുടെ വിശപ്പറിയുവാൻ, മറ്റുള്ളവരുടെ വിശപ്പിൽ അവർക്കാവശ്യമായ കൈത്താങ്ങൽ നൽകുവാൻ നമ്മളെയും ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയാൽ നമുക്ക് ഈ ദിവസമായിരിക്കാം നമുക്കുള്ള എല്ലാറ്റിനെയും അനേകരുടെ നന്മയ്ക്കായി ഉപയോഗിക്കത്തക്ക വിധം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം മറ്റുള്ളവർക്കൂടെ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണമുള്ള നല്ല മനസ്സ് ഈ നല്ല ദിനത്തിൽ ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.